ഹായ്, വെൽക്കം ബാക്ക് ടു ജിനീസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക കൊണ്ടൊരു തോരനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുരിങ്ങയ്ക്ക കൊണ്ട് കടല വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കി. അത് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങയ്ക്ക ഞാൻ ഇത് നടുകെ ഒന്ന് കീറിയിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ അകത്തെ അരിയൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇതൊന്ന് ഞാൻ റെഡിയാക്കി എടുത്തുകൊണ്ട് വരട്ടെ. ഇത് ഞാൻ നടുവെ കീറിയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ അകത്തുനിന്ന് സ്പൂണ് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇതിൻ്റെ അരി അത് ചീകി എടുക്കണം. ഇതിൻ്റെ അകത്തുനിന്ന് അരി ഇങ്ങനെ ചീകി എടുത്തിട്ട് വേണം ഈ തോരൻ തയ്യാറാക്കാൻ. ഇപ്പം കണ്ടല്ലോ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന്. സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ ചീകി എടുക്കണം. അപ്പോൾ ഞാനിവിടെ മുരിങ്ങയ്ക്കയുടെ അകത്തുനിന്ന് അതിൻ്റെ അരിയൊക്കെ ഒന്ന് സ്പൂണും കൊണ്ട് ഇച്ചിരി എടുത്ത് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഇതൊക്കെ ഈ പീസസൊക്കെ നമ്മൾ പിച്ചാത്തി വെച്ചിട്ടൊന്ന് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കണം. അപ്പം ഇതിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 വെളുത്തുള്ളി, 2-3 കുഞ്ഞ് ചുവന്നുള്ളി, ഒരു പച്ചമുളക്. ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ടാണ് ഈ തോരനിലേക്ക് ചേർക്കുന്നത്. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായ കടുക്, പിന്നെ നമുക്ക് ഉപ്പ്, എണ്ണ, പിന്നെ ഇതിനകത്ത് ഇച്ചിരി സവോള ഞാൻ എടുക്കുന്നുണ്ട്. കടുക് വറുക്കുന്നതിന് മുമ്പ് അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് ഞാനത് കാണിച്ചു തരാം. ഞാനിവിടെ മുരിങ്ങയ്ക്ക ചീകി എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അരിയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചിലത് ഇങ്ങനെ നീളത്തിൽ കിടക്കും. കുഴപ്പമില്ല, കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ ഇട്ടാൽ മതി. അപ്പം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, 3 കുഞ്ഞുള്ളി, 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഇതിൻ്റെ ഈ അരിക്ക് ഇച്ചിരി കയ്പ്പ് രസം ഉള്ളത് കൊണ്ട് അപ്പോൾ ഉള്ളിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. അതിനായിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ തോരനൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഏത് സാധനവും ഉണ്ടാക്കുമ്പം തന്നെ വെളിച്ചെണ്ണയ്ക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഈ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അല്പം കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതാ ഈ ഉള്ളിയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് ചീകി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും കരിവേപ്പിലയും എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് നന്നായി ഒന്ന് മിക്സ് ആകുന്നിടം വരെ ഇളക്കി കൊടുത്ത് അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനിയും ഇതൊന്ന് ചെറുതായി ഒന്ന് വഴന്ന് വരട്ടെ. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കി. അപ്പം ഇതൊന്ന് കുക്ക് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പം ഞാൻ അതിലേക്ക് എടുത്ത് വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടി ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയാകും.
ഇവിടെ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം ഇനി ഇതൊരു സെർവിങ് ബോളിലൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള മുരിങ്ങയ്ക്കയുടെ അരി കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.